നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ചർച്ചയായി ജമാഅത്തെ ഇസ്ലാമി ബന്ധം. എ.കെ. ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിന്തുണച്ചതിന് പിന്നാലെ മറ്റ് CPM നേതാക്കളുടെ നിലപാട് എന്ത് എന്നതിലാണ് ആകാംക്ഷ. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസും ഉൾപ്പെടെ എ.കെ. ബാലനെ തള്ളി രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പിന്തുണ. CPIഎമ്മിലെ ഭിന്നാഭിപ്രായം ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷവും. റയീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റയീസ്, എ.കെ. ബാലന്റെ പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമി മാറാട് പരാമർശം വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നു. ഇന്നലെ മുഖ്യമന്ത്രി എ.കെ. ബാലനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. മാറാട് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അത് എ.കെ. ബാലന്റെ പ്രസ്താവന CPM ലൈനല്ല എന്നുള്ള തരത്തിൽ M.V. ഗോവിന്ദന്റെ പ്രസ്താവന തുടർച്ചയായി ഉണ്ടാകുന്നു. CPMൽ എ.കെ. ബാലന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായമാണല്ലേ? നേതൃതലത്തിൽ എ.കെ. ബാലൻ പറഞ്ഞ കാര്യത്തിൽ ഭൂരിഭാഗം പേരും എതിരാണ്. അങ്ങനെ ഒരു നിലപാട് ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയേണ്ടതില്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാമെങ്കിൽ പോലും എല്ലാവരും മറന്നു കിടക്കുന്ന BJP പോലും പറയാത്ത മാറാട് വീണ്ടും എടുത്തിട്ടത് ശരിയല്ല എന്ന നിലപാടാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. അതുതന്നെയാണ് LDF കൺവീനറായ TP രാമകൃഷ്ണനും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PA മുഹമ്മദ് റിയാസും CPMന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും വ്യക്തമാക്കിയത്. പാർട്ടി നിലപാട് പാർട്ടി പറയും, എ.കെ. ബാലൻ പറയുന്നതല്ല പാർട്ടി നിലപാട് എന്നതായിരുന്നു M.V. ഗോവിന്ദൻ പറഞ്ഞ കാര്യം. പക്ഷേ ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംഭവം പോലെ തന്നെ എ.കെ. ബാലനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റൊരു നിലപാടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെതിരായ ഒരു നിലപാടും സ്വീകരിക്കുന്ന കാഴ്ച കണ്ടു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായ നിലപാട് ഇനി ആരും പറയാനുള്ള സാധ്യതകളില്ല. മുഖ്യമന്ത്രി പറയുന്നതിനെ ന്യായീകരിച്ച് ഒരുപക്ഷെ രംഗത്ത് വരണം എന്നില്ല എല്ലാ നേതാക്കളും. പക്ഷേ അതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായും LDFൽ നിന്നും CPMൽ നിന്നും അകന്നു എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന ചർച്ചയിലേക്ക് പാർട്ടി കടക്കുന്നതിനിടയിലാണ് ഇപ്പോഴകന്ന വോട്ട് ഇനി ആരെങ്കിലും അടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടി അകത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം മുതിർന്ന CPMന്റെ നേതാവായ എ.കെ. ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന പൊതു വിലയിരുത്തലാണ് CPIഎമ്മിന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും. ഹരിപ്രിയ.